ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിത്യജീവന്റെ മൊഴികൾ എന്ന വചന പരമ്പരയിൽ അടിയന് വന്ന് പ്രസംഗിക്കുവാൻ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇതിന് അവസരം തന്ന എല്ലാ അഡ്മിന്മാരോടുമുള്ള നന്ദിയെ ഈ തരുണത്തിൽ അറിയിക്കുന്നു. അതുപോലെ ഞങ്ങൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സപ്പിലും ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവനാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചു കൊണ്ടിരുന്നത് തിരുവചന സത്യങ്ങൾ എന്നുള്ള ഭാഗമായിരുന്നല്ലോ. അതിന്റെ 10ാം ഭാഗത്തിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പ്രധാനമായും ചിന്തിക്കാൻ പോകുന്നത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. ഈ 8ാമത്തെ വാക്യത്തിലല്ല 9ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നു, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരയണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയിൽ കടക്കാതെ ദുഷ്ടൻ ഞങ്ങളെ വിടുവിക്കണമേ, രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ എന്ന് അവിടെ പറയുന്നു. അപ്പോ പ്രാർത്ഥിക്കാൻ അറിയത്തില്ലാത്ത ശിഷ്യന്മാർക്ക് പ്രാർത്ഥന പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്, അല്ലെ? പലപ്പോഴും നമുക്ക് ഒരിക്കലും അറിയാത്ത ഒരു കാര്യമാണ് എങ്ങനെ പ്രാർത്ഥിക്കണം, അല്ലെ? നമ്മൾ എപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പലപ്പോഴും പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അതിന്റെ 6-ാം അധ്യായം അതിന്റെ 8ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവരോട് തുല്യരാകരുത്, നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് നിങ്ങൾ യാചിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ എന്നവിടെ പറയുന്നുണ്ട്. അപ്പം ശിഷ്യന്മാർക്ക് ഒരു പ്രാർത്ഥിക്കുവാനുള്ള മാതൃക കാണിച്ചു കൊടുക്കുകയാണ്, അല്ലെ? ചിലർ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ്, അവരുടെ കാര്യങ്ങളൊക്കെ സാധിക്കണം, അല്ലെങ്കിൽ അവരുടെ ജീവിത മാർഗം രക്ഷപ്പെടണം, അല്ലെങ്കിൽ അവരുടെ മക്കളുടെ ഭാവി, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ മാറണം എന്നുള്ള രീതിയിലാണ് അവർ പ്രാർത്ഥിക്കുന്നത്, അല്ലെ? പക്ഷേ ഇവിടെ കർത്താവായ യേശുക്രിസ്തു പഠിപ്പിക്കുന്ന പ്രാർത്ഥനയിൽ ആദ്യം പറയുന്ന ഒരു കാര്യം, സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശദീകരിക്കപ്പെടണം. പ്രധാനമായും ഫസ്റ്റ് കർത്താവായ യേശുക്രിസ്തു പറയുന്നത് സ്വർഗസ്ഥനായ പിതാവ്, അല്ലെ? പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അപ്പൊ ഏക ദൈവവുമായുള്ള ആ ബന്ധം നമുക്ക് പുലർത്തുന്നത് എവിടെയാണ്? പ്രാർത്ഥനയിലൂടെയാണ് എന്നുള്ള സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഏക ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ഏക ദൈവത്തെ ആരാധിക്കുമ്പോൾ ആദ്യം അവന്റെ ഇഷ്ടം, അല്ലേ, അവിടെ പറഞ്ഞിരിക്കുകയാണ്, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, അല്ലെ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അല്ലെ? അവിടെ 3 പേർക്കൊന്നും പ്രാർത്ഥിക്കാൻ അവിടെ പറഞ്ഞിട്ടില്ല. സ്വർഗസ്ഥനായ പിതാവിനോടാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അവിടെ വളരെ വ്യക്തമായി പറയുന്നു. കാരണം പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്നുള്ള അർത്ഥത്തിലാണ് കർത്താവായ യേശുക്രിസ്തു പഠിപ്പിക്കുന്നത്. ദൈവം മനുഷ്യരായി നിന്ന് നമ്മളോട് പഠിപ്പിക്കുന്ന കാര്യം എന്താണ്? പിതാവായ ഏക ദൈവം, ആ ദൈവത്തോടാണ് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം, അല്ലെ? ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ദൈവജനം എപ്പോഴും എന്ത് ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കേണ്ടത്. അല്ലെ, സ്വാർത്ഥതയോടുകൂടിയുള്ള പ്രാർത്ഥനയാവരുത്. നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നവനും നമ്മെ സഹായിക്കുന്നതും തൽപരനും സ്നേഹവാനുമായ നമ്മുടെ പിതാവിനോട് എന്ന പോലെ ആയിരിക്കണം നാം ദൈവത്തെ സമീപിക്കേണ്ടത്. പ്രാർത്ഥിക്കുമ്പോൾ നാം ആരോടാണ് സംസാരിക്കേണ്ടത്? ആ ദൈവത്തെ കുറിച്ചുള്ള വ്യക്തമായ ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം, അല്ലേ? നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നതെന്നുള്ള ധാരണ ഫസ്റ്റ് നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് അവിടെ യേശു കർത്താവ് ഓർമ്മിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എഴുതിയ സ്വർഗസ്ഥൻ എന്ന പദം, അല്ലെ? സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള അർത്ഥത്തിൽ സ്വർഗസ്ഥൻ എന്ന പദം സൂചിപ്പിക്കുന്ന രാജത്വത്തെയും മഹത്വത്തെയും അതീന്ദ്രത്വത്തെയുമാണ് അത് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച വലിയ സൃഷ്ടാവായ സ്വർഗസ്ഥനായ ദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും എല്ലാം, അല്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ടതും
അപ്പം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യം അവിടെ അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന രംഗമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. നിന്റെ രാജ്യം വരേണമേ, അല്ലെ? നാമം വിശദീകരിക്കപ്പെടണമെന്ന് പറഞ്ഞു. ആ നാമം വിശദീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആദ്യം പറയേണ്ടത് എന്താണ്? പിതാവിന്റെ നാമം എന്താണെന്ന് മനസ്സിലാക്കണം, അല്ലെ? ഞാൻ എൻ്റെ യോഹന്നാന്റെ സുവിശേഷം പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു. ആ നാമം ഏതാണ്? യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ആ നാമം എന്ന് പറയുമ്പോൾ, ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ മറ്റൊരാളുടെ നാമത്തിലാണ് വന്നത്? അല്ല, യേശു ക്രിസ്തു എന്ന നാമം പിതാവിന്റെ നാമം തന്നെയാണ്. ഒരു വ്യത്യാസവും ആ കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ്, അല്ലെ? ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും പറയും, അയ്യോ, യേശു നാമക്കാരൻ വന്നിരിക്കുന്നു എന്നുള്ള കാര്യമാണ് പലർക്കും പറയുവാനുള്ളത്. പക്ഷെ യേശു കർത്താവ് തന്നെ പറഞ്ഞു, അല്ലെ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഒരു കാര്യം എന്താണ്? എന്നെ കാണുന്നതിലൂടെ എന്നെ അയച്ചവനെയാണ് നിങ്ങൾ കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം 12:45 പറയുന്നു. അപ്പം എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അപ്പോൾ ആ നാമം ഏതാണ്? ദൈവത്തിന്റെ നാമം. ആ നാമമാണ് യേശു ക്രിസ്തുവിന്റെ നാമം വിശദീകരിക്കപ്പെടണം, അല്ലെ? പിതാവിന് സ്പെസിഫിക് ആയ ഒരു നാമം, അല്ലെ? വിശദീകരിക്കപ്പെടുന്ന ആ നാമം, അതായത് യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാര്യങ്ങൾ ചോദിക്കുന്നത്, അല്ലെ? ആ നാമത്തിലാണ് നമുക്ക് പലതും നിവർത്തി ചേരുന്നത്. രോഗികൾ സൗഖ്യമാകുന്നത്, അതുപോലെ അത്ഭുതങ്ങൾ നടക്കുന്നത്, എല്ലാം ആ നാമത്തിലാണ്. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ആ നാമത്തിലാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്, അടയാളങ്ങൾ നടക്കുന്നത്, എല്ലാം. രോഗികൾ സൗഖ്യമാകുന്നതും എല്ലാം, ഭൂതങ്ങൾ പുറത്താകുന്നതും അലറി ഓടുന്നതും ആ നാമത്തിലാണ്. ആ നാമം അതുകൊണ്ടാണ് വിശദീകരിക്കുന്ന നാമങ്ങളിൽ ഒന്നായിരിക്കുന്നു. നമ്മൾ രക്ഷപ്പെടേണ്ടതിനല്ലേ? രക്ഷപ്പെടുവാൻ തന്ന നാമവും അത് തന്നെയാണ്. ആ നാമമാണ് വിശദീകരിക്കപ്പെടേണ്ടതും എന്നുള്ള കാര്യം അവിടെ വ്യക്തമായിട്ട് പറയുന്നു. നിന്റെ രാജ്യം വരണം. അടുത്ത പറഞ്ഞിരിക്കുകയാണ്, നിന്റെ രാജ്യം. നിന്റെ രാജ്യം പറഞ്ഞ ഈ കാര്യം വ്യക്തപരമായ ആവശ്യങ്ങളോടുള്ള ബന്ധത്തിലല്ല, പ്രസ്തുത ദൈവത്തെ സംബന്ധിച്ചുള്ള, അതായത് ദൈവത്തിന്റെ രാജ്യം വരണം എന്നാണ് നമ്മൾ രണ്ടാമതായി പ്രാർത്ഥിക്കേണ്ടത്, അല്ലെ? ആദ്യം എന്ത് ചെയ്യണം? 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞു. ഒന്ന്, നമ്മൾ സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കണം. അതിന്റെ അടുത്ത ഭാഗം എന്താണ്? പിതാവിന്റെ നാമം വിശദീകരിക്കപ്പെടണം. അത് യേശു ക്രിസ്തുവിന്റെ നാമമാണ്, അത് വിശദീകരിക്കപ്പെടണം. അത് നമ്മുടെ രക്ഷപ്പെടുവാൻ തന്ന ആ നാമം നമ്മൾ വിശദീകരിക്കപ്പെടണം. അവന്റെ നാമം വിശദീകരിക്കപ്പെടണം. നിന്റെ രാജ്യം വരണം. അടുത്ത പറഞ്ഞിരിക്കുക മൂന്നാമത്തെ കാര്യം എന്താണ്? രാജ്യം വരണം. അതുപോലെ തന്നെ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. അടുത്ത പോയിന്റ് പറഞ്ഞത് എന്താണ്? ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. അടുത്തത് ഏറ്റവും അവസാനം, നമ്മളൊക്കെ ആദ്യം ചോദിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള ആഹാരം തരണമെന്നാണ് നമ്മൾ ആദ്യം ചോദിക്കുന്നത്. പിന്നെ, അല്ലെ? അപ്പൊ നമ്മളൊക്കെ ആദ്യം ചോദിക്കുന്ന അതാണ്, നമുക്കുള്ള കാര്യങ്ങൾ ആദ്യം സാധിക്കണം. അതാണ് നമ്മൾ ആദ്യം ചോദിക്കുന്നത്. അയ്യോ, നടന്നില്ലെങ്കിൽ നമ്മൾ അങ്ങ് കരച്ചിലും പിഴിച്ചിലും എല്ലാം നമ്മൾ തുടങ്ങും, അല്ലേ? അയ്യോ ദൈവമേ, നീ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? എന്റെ മാത്രം കാര്യങ്ങൾ നീ ചെയ്തു തരുന്നില്ലല്ലോ. ബാക്കിയുള്ളവരൊക്കെ കാര്യം ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ, എന്റെ കാര്യം മാത്രം എന്തേ നീ ചെയ്യാത്തത്? ആദ്യം പറയുന്നത് അതായിരിക്കും, അല്ലെ? അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫസ്റ്റ് പറയേണ്ടത് എന്താണ്? സ്വർഗസ്നായ പിതാവിനോട് പ്രാർത്ഥിക്കണം. രണ്ടാമത് അവന്റെ നാമം, യേശുക്രിസ്തുവിന്റെ നാമം വിശദീകരിക്കപ്പെടണം. അവന്റെ നാമം, അല്ലേ? ആ നാമം, നിന്റെ രാജ്യം വരണം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന്, അല്ലെ? ആ നാമത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത്. ആരുടെ? കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് നാം പ്രാർത്ഥിക്കുന്നതും അപേക്ഷിക്കുന്നതും യാചിക്കുന്നതും എല്ലാം ആ നാമത്തിലാണ്. ആ നാമമാണ് രണ്ടാമത് പറഞ്ഞത്. മൂന്നാമത് പറഞ്ഞേക്കുന്നത് എന്താണ്? രാജ്യം വരണം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. അവിടെ പറഞ്ഞിരിക്കുകയാണ്, നിന്റെ ഇഷ്ടം എവിടെയാണ്? സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണം എന്നവിടെ പറയുന്നു. പിന്നെ പറയുന്നു, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കിടത്താതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ എന്ന് അവിടെ പറയുകയാണ്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ പല ആളുകളും വിചാരിക്കുന്നു ഇത് പ്രാർത്ഥനയായിട്ട് അങ്ങ്
എടുത്ത ആൾക്കാരും ഉണ്ട് അല്ലെ. സ്വർഗസ്വനായ പിതാവേ നിന്റെ നാമം വിശദീകരിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കാത്തോലിക്ക് മുതൽ CSI വരെയുള്ള ആൾക്കാരുണ്ട്. പക്ഷേ കർത്താവ് അങ്ങനെയല്ല ഇത് ഉദ്ദേശിച്ചത്. പ്രാർത്ഥനയ്ക്ക് ഒരു മാതൃക, ഒരു എന്താ പറയുക, പ്രാർത്ഥനയുടെ ക്രമീകരണത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ചൊല്ലുവാൻ അവിടെ പറഞ്ഞില്ല. പല ആളുകളും അതെടുത്ത് ചൊല്ലുവാൻ തുടങ്ങി. അതാണ് അതിന്റെ മേളത്തെ ഭാഗത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അത് അല്ലെ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു, പ്രാർത്ഥിക്കുകയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത്. എന്താണ് ഈ ജൽപ്പനം ചെയ്യുക? അതായത് എടുത്തെടുത്ത് ചൊല്ലുന്നതിനെ കുറിച്ചാണ് ഈ ജൽപ്പനം എന്ന് പറയുന്നത്. വീണ്ടും വീണ്ടും ചൊല്ലുന്നതിനാണ് ജൽപ്പനം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഓരോ ആഴ്ചയിലും ചെന്ന് ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ചൊല്ലുന്ന കാര്യമാണോ അത്? ക്രമീകരിക്കുവാനാണ്. നിങ്ങളുടെ പ്രാർത്ഥന എങ്ങനെ ക്രമീകരിക്കണമെന്നേ കർത്താവായ യേശുക്രിസ്തുവോടെ പഠിപ്പിച്ചുള്ളൂ. അത് പിന്നീട് അത് ചൊല്ലായി മാറി. കാലങ്ങൾ കഴിയും തോറും അത് പിന്നീട് ചൊല്ലായി മാറി. ഇന്നും അവർ ചൊല്ലിക്കൊണ്ടേ ഇരിക്കുന്നു. അതാണ് അതിഭാഷണത്തിൽ ഉത്തരം കിട്ടി. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം 8-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്നത് നിങ്ങൾ യാചിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അവരോട് തുല്യരാകരുത്. അവരോട് തുല്യരാകരുത് എന്ന് പറഞ്ഞാൽ ദൈവത്തിനെ കുറിച്ച് അറിവില്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കാത്ത ആളുകൾ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ലേബൽസ് ഉള്ളവർ, അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന ലേബലിൽ നിൽക്കുന്ന ആളുകൾ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യരുത് എന്നുള്ളതാണ് കർത്താവോട് പറയുന്നതിന്റെ പ്രധാനമായ പൊരുളെന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ അവരോട് തുല്യരാകരുത് എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ പല ആളുകളും ചിന്തിച്ചു വച്ചിരിക്കുന്നത് വളരെ തെറ്റാണ്. പ്രാർത്ഥനയെ കുറിച്ച് തന്നെ അവർക്ക് ഇന്നും അറിയില്ല. എല്ലാവരും ചെന്ന് അവരോട് കാര്യങ്ങൾ ചോദിക്കുന്ന ഒന്നായിട്ടാണ് പ്രാർത്ഥനയെ കാണുന്നത്. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ദൈവവുമായിട്ടുള്ള നേരിട്ടുള്ള കോൺവെർസേഷൻ ആണ് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അല്ലെ. ആ പ്രാർത്ഥനയ്ക്ക് എങ്ങനെ ഒരു ക്രമീകരണം വേണമെന്ന് കർത്താവ് പറയുകയാണ്. ഇങ്ങനെ ഒരു ക്രമീകരണത്തോടെ അത് പ്രാർത്ഥിക്കുവാൻ കഴിയുകയുള്ളൂ. അല്ലാതെ നിങ്ങൾക്കത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലല്ല പ്രാർത്ഥിക്കുന്നത്. അതിനൊരു ക്രമീകരണമുണ്ട്. ഫസ്റ്റ് എങ്ങനെയാണ് ആ ക്രമീകരണം എന്നതിനെ കുറിച്ച് ആ പ്രാർത്ഥനയിൽ കാണിച്ചിരിക്കുന്ന ഒരു എക്സാമ്പിൾ എടുത്തിട്ടാണ് ഇപ്പോൾ എല്ലാവരും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് 6-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യരുത്? കപടഭക്തിക്കാരെ പോലെ പ്രാർത്ഥിക്കരുത് അല്ലെ. കപടഭക്തിക്കാരെന്താണ്? അവരുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നതാണ്. കപടഭക്തിക്കാരെന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? തങ്ങളുടെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ കുറിച്ചാണ്. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല. കർത്താവിന്റെ മക്കൾ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ കർത്താവിന്റെ മക്കൾ എങ്ങനെയായിരിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ് കർത്താവ് പറയുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ദൈവജനം എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കൾ എങ്ങനെയായിരിക്കണം? കപടഭക്തിക്കാരെ പോലെ, അതായത് കാര്യസാധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കപടഭക്തിക്കാർ അവരുടെ കാര്യസാധ്യം പെട്ടെന്ന് ഭക്തി കാണിക്കുക, അവരുടെ കാര്യം സാധിക്കാൻ വേണ്ടി അവർ പള്ളികളിൽ പോയി മനുഷ്യർക്ക് വിളങ്ങുന്ന പള്ളികളിലും തെരുക്കോണുകളിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി അല്ലേ. അവർക്ക് പ്രത്യേകിച്ചും പ്രതിഫലം പെട്ടെന്ന് കിട്ടും. അവർ തെരുവുകോണുകളിലൊക്കെ നിന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവർക്ക് അവരുടെ കാര്യസാധ്യം. പക്ഷെ നമ്മളെ അതിനു വേണ്ടിയാണോ വിളിച്ചത്? അവന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ വിളിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പൊ അങ്ങനെയുള്ളവർ, ആ രാജ്യത്തേക്ക് പ്രവേശിക്കുവാൻ വിളിക്കപ്പെട്ടവർ എന്ത് ചെയ്യണം? അങ്ങനെ പ്രാർത്ഥിക്കുവാൻ പാടില്ല. അവർ എന്താണ്? അങ്ങനെ പ്രാർത്ഥിക്കരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. കപടഭക്തിക്കാരെ പോലെ നിങ്ങൾ എന്ത് ചെയ്യരുത്? പ്രാർത്ഥിക്കരുത് എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന്റെ ചെവിയിൽ മാത്രം എത്തുന്നതായിരിക്കും ദൈവം കേൾക്കും എന്നതുകൊണ്ട് അത് ധാരാളം
അല്ലെ? ദൈവം കേൾക്കും എന്നതുകൊണ്ട് അത് ധാരാളമാണ്. കപടഭക്തിമാർ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ്? ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അവർ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ് ഈ കപടഭക്തിക്കാർ. ദൈവത്തെ ആരാധിക്കുന്നത് തോന്നുന്നുവെങ്കിലും വാസ്തവത്തിൽ അവർ തങ്ങളെ തന്നെ എന്താണ്? തങ്ങളെയാണ് ആരാധിക്കുന്നത്. പൊതുസ്ഥലങ്ങളിൽ പ്രാർത്ഥന നല്ലതാണ്, എന്നാൽ അതിൻ്റെതായ അപകടങ്ങളും അതിനുണ്ട്, അല്ലെ? നമുക്കറിയാവുന്ന കാര്യമാണ്. തങ്ങളെ ശ്രമിക്കുന്ന മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കാതെ എന്ത് ചെയ്യണം? ദൈവത്തോട് വേണ്ടത് സംസാരിക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടായേക്കാൻ രഹസ്യത്തിൽ പ്രാർത്ഥനയ്ക്ക് രഹസ്യ പ്രാർത്ഥനയ്ക്ക് യേശു പ്രാധാന്യം നൽകുവാനുള്ള കാരണങ്ങളിൽ ഒന്നിതാണ്. അതായത് ഇത് കൂടുതലും സ്പഷ്ടമായും നേരിട്ട് സത്യമായും മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനുള്ളതല്ല, പ്രലോഭനം കൂടാതെ ചെയ്യുവാനും കഴിയണം എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്, അല്ലെ? പ്രാർത്ഥനയിൽ എപ്പോഴും നമ്മൾ സത്യസന്ധത കാണിക്കണം. കപടഭക്തിക്കാരെ പോലെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് കൂട്ടുന്ന ഒരു പ്രയോഗം അവിടെ ചെയ്യുവാനായിട്ട് പാടില്ല. 6-ാം വാക്യത്തിൽ പറയുന്നു നീയോ. കാരണം ദൈവമക്കളെ നോക്കിയാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അല്ലെങ്കിൽ ദൈവജനത്തിനോട് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് കർത്താവ് അവിടെ വളരെ വ്യക്തമായി 6-ാം വാക്യത്തിൽ പറയുന്നു. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കിടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. അതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, അല്ലേ? അതിന്റെ അടുത്ത ഭാഗത്ത് പ്രാർത്ഥനയിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ. അപ്പം ദൈവജനത്തിന് പ്രാർത്ഥനയിൽ ചില മാനദണ്ഡങ്ങൾ ഉണ്ട് എന്ന് വളരെ വ്യക്തമായി കർത്താവായ യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയുന്നു, അല്ലെ? അപ്പം നമ്മൾ അവിടെ കാണുന്ന ഒരു കാര്യം എന്താണ്? അവിടെ പറയുന്ന വേറൊരു കാര്യം ശ്രദ്ധിച്ചു കാണുമ്പോൾ ആയിരിക്കും മത്തായിയുടെ സുവിശേഷം 6:3 പറയുന്നു, നീ പിഴ കൊടുക്കുമ്പോൾ നിന്റെ പിഴ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്തെന്ന് ഇടങ്കൈ അറിയരുത്. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും എന്നാണ് അവിടെ പറയുന്നത്. ആകയാൽ പിഴ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീഥികളിലും കപടഭക്തിക്കാർ ചെയ്യുന്ന പോലെ നിന്റെ മുമ്പിൽ കാഹളം ഊതിക്കരുത്, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അല്ലേ? അപ്പം നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാണ് അവിടെ കർത്താവ് വ്യക്തമായി ഒരു ധാരണ നമുക്ക് തരികയാണ്. ഇനി നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യം, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. അവിടെ എഴുതിയിരിക്കുകയാണ്, ഞങ്ങളോട് ക്ഷമിക്കണമേ. ലൂക്കോസിന്റെ സുവിശേഷം 11:4 പറയുന്നു, 4-ാം വാക്യത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്ന ഏവനോടും ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു, ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുത്, ദുഷ്ടനും ഞങ്ങളെ വിടുവിക്കണമേ. അപ്പൊ കർത്താവ് പറഞ്ഞ മാതൃകയിൽ ഏറ്റവും കൂടുതൽ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ, അല്ലേ? അപ്പൊ പാപങ്ങളും തെറ്റുകളും ഒക്കെ നമുക്ക് സംഭവിക്കാം, അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും കർത്താവിന്റെ മുമ്പിൽ ഒരു അനുതാപത്തോടെ, അല്ലേ, എപ്പോഴും ഒരു മാനസാന്തര മനോഭാവത്തോടെ ജീവിക്കുവാൻ നമുക്ക് കഴിയണമെന്ന് ഈ വാക്യം നമ്മളോട് സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് ഓരോ പ്രാർത്ഥന വ്യത്യസ്ത വാക്കുകളിൽ യേശു നമുക്ക് നൽകിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പക്ഷെ പാപങ്ങൾ എന്ന വാക്കുകൊണ്ട് അവൻ ഉദ്ദേശിക്കുന്ന യഥാർത്ഥ ആവാം, അതായത് അതിക്രമങ്ങളാകുന്ന പാപം. അതുപോലെ കടങ്ങൾ, അല്ലേ? കടങ്ങൾ എന്നും അവിടെ സൂചിപ്പിക്കുന്നുണ്ട്, അല്ലേ? അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളെ പരീക്ഷയിൽ കിടത്താതെ ദുഷ്ടനിൽ നിന്ന്, അല്ലെ? നമ്മൾ ഏറ്റവും കൂടുതൽ പരീക്ഷയിൽ അകപ്പെടുന്നവരാണ്, അല്ലെ? പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നൊക്കെ ചിലയിടത്ത് നമ്മൾ വാക്യങ്ങൾ കാണാറുണ്ട്, അല്ലെ? കർത്താവ് എടുത്ത് ഉപയോഗിക്കുവാനായിട്ടാണ് പരീക്ഷകൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നെന്ന് പലപ്പോഴും പറയാറുണ്ട്.
പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് പരീക്ഷയിൽ കിടത്താതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ദൈവജനത്തിന് എപ്പോഴും പരീക്ഷകൾ വന്നുകൊണ്ടിരിക്കും. കാരണം ദൈവത്തെ വിളിക്കുന്നവൻ എന്നും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വളരെ കൂടുതലാണ്, അല്ലെ? ഇന്നത്തെ ഈ പറയുന്ന പോസ്പെരിറ്റി അല്ലെങ്കിൽ പോസ്പെരിറ്റി തിയറി അല്ലെങ്കിൽ സമൃദ്ധിയുടെ തിയോളജി എന്ന് പറയുന്ന ഈ സംഭവം വന്നേ പിന്നെയാണ് എല്ലാവർക്കും കഷ്ടമൊന്നുമില്ല, പ്രയാസമൊന്നുമില്ല, കർത്താവിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സ്വർഗലോകമാണെന്ന് പഠിപ്പിക്കുന്ന കൂട്ടർ വരെ ഈ കാലത്ത് ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്. ദൈവത്തിന് കൂടെ നടക്കുന്നവർക്ക് എപ്പോഴും ദുഃഖവും പ്രയാസവും ഒക്കെ കാണും, അല്ലെ? പ്രയാസവും പ്രശ്നവും വിഷമവും ബുദ്ധിമുട്ടുകളും ഒക്കെ അവർക്ക് കൂടുതലായിരിക്കും, മറ്റുള്ളവരെക്കാളും ഏറെ കൂടുതലായിരിക്കും അവർക്ക്. പല ആളുകളും ചിന്തിക്കുന്നത് കർത്താവ് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായ സന്തോഷവും അല്ലെ ഭയങ്കരമായ ആനന്ദവും ഒക്കെ ആയിരിക്കും എന്നുള്ളതാണ്, അല്ലെ? കർത്താവിന്റെ വരവിൽ മാത്രമേ നമുക്ക് യഥാർത്ഥ സന്തോഷം നമുക്ക് രുചിച്ചറിയാൻ കഴിയുള്ളൂ. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കഷ്ടവും പ്രതിസന്ധിയും, അല്ലെ? പൗലോസ് അപ്പോസ്തലനെ ഒന്ന് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം പറയും, ഒരു കൊറി 40 അടി, അല്ലെ? കാട്ടിലെ ആപത്ത്, മൃഗങ്ങളാലുള്ള ആപത്ത്, അങ്ങനെ ഒരുപാട് ആപത്തുകൾ തന്നെ താൻ സുവിശേഷം മുഖാന്തരം തന്നെ പിടിക്കപ്പെട്ടു, പല പ്രാവശ്യം ജയിലിൽ കിടക്കേണ്ടി വന്നു. ഇങ്ങനെയൊക്കെ അപ്പോസ്തലനെ പൗലോസിന് പറയുവാൻ കഥകളുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ മനസ്സിലാക്കണം, പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടെങ്കിൽ അപ്പോസ്തലന്മാർക്ക് ഏറ്റവും പ്രശ്നമായിരുന്നു. ഏറ്റവും പ്രശ്നത്തിലൂടെ പോയി കിടന്ന് അവസാന പ്രശ്നങ്ങളിൽ കിടന്നവർ മരിച്ചു. യോഹന്നാൻ മാത്രമേ ഉള്ളൂ വലിയ കുഴപ്പമില്ലാതെ മരണം എന്താ പറയുക, പ്രായാധിക്യമായുള്ള മരണം ഭവിച്ചുകൊണ്ട് മരിച്ചത് യോഹന്നാൻ മാത്രമേ ഉള്ളൂ, അല്ലെ? വാർദ്ധക്യം വന്ന് മരിച്ചത് യോഹന്നാൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും എങ്ങനെയാണ് മരിച്ചത്? രക്തസാക്ഷിത്വം വഹിച്ചാണ് അവര് മരിച്ചത് എന്നുള്ളതാണ് പ്രധാനമായ കാര്യമെന്ന് പറയുന്നത്. അപ്പം ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കണം, ദൈവം എന്താണ് പരീക്ഷ വരുത്തുന്നത് വെറുതെയല്ല. കാരണം എന്തിനാണ്? നിന്നെ മുന്നോട്ട് ചലിപ്പിക്കുകയാണ്. നിന്റെ സുവിശേഷത്തിന്റെ എന്താ പറയുക, ഇത് കഷ്ടമുണ്ടാകും, പ്രയാസമുണ്ടാവില്ല. കർത്താവ് അനുഭവിച്ച അത്രയൊന്നും ആരും അനുഭവിച്ചിട്ടില്ല, അല്ലെ? കർത്താവിന് ക്രൂശിത്തരച്ച്, അല്ലെ? പത്രോസ് പോലും പറഞ്ഞു എന്നെ തലകീഴായിട്ട് ക്രൂശിക്കണമെന്ന് പറഞ്ഞു. അപ്പം അത്രയധികം കഷ്ടമൊന്നും നമ്മൾ ആരും അനുഭവിക്കുന്നില്ല. കർത്താവ് അനുഭവിച്ചതിന്റെ കഷ്ടത്തിന്റെ പാതിഭാഗം പോലും നമ്മൾ അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ് അതിനകത്ത് മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യങ്ങളിൽ ഒന്ന് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. അത്രയ്ക്കൊന്നും ഇല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെ പരീക്ഷയിൽ കിടത്താതെ ദുഷ്ടനിൽ ഞങ്ങളെ വിടുവിക്കണം. രാജ്യശക്തി മഹത്വം എന്നേക്കും നിനക്കുള്ളതല്ലോ. അവിടെ അടുത്ത് പറഞ്ഞിരിക്കുകയാണ്, രാജ്യശക്തി മഹത്വം ആർക്കാണ്? ദൈവത്തിന് മാത്രമാണ്. വേറെ ആർക്കും അത് കൊടുക്കില്ല, വേറെ ആർക്കും കൊടുക്കുവാൻ പാടില്ല എന്നുള്ളതാണ്. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും, അല്ലെ? നമുക്ക് ഏറ്റവും പാടുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? മറ്റുള്ളവരോട് ക്ഷമിക്കുക, അല്ലെ? പിഴകളെ ക്ഷമിക്കുക എന്ന്. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും, അല്ലെ? അതൊക്കെ ഇച്ചിരി കഠിനമായ കാര്യമാണ്, അല്ലെ? ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച ആളോട് ഏറ്റവും ദേഷ്യം കൂടുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ, അല്ലെ? നമ്മുടെയൊക്കെ ചിന്ത അതാണ്. പക്ഷെ കർത്താവ് പറഞ്ഞിരിക്കുന്ന അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. നിങ്ങൾ മനുഷ്യരോട് പിഴകൾ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. അപ്പൊ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കത്തില്ല എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം വചനം പറയുന്നത് അതേപടി നമ്മൾ അനുസരിക്കുവാനായിട്ട് ബാധ്യസ്ഥരാണ്. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്, അല്ലെ? 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 45-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, നീ സ്വർഗത്തിൽ അവരുടെ പ്രാർത്ഥനയും യാചനയും കേട്ട് അവർക്ക് ന്യായം പാലിച്ചു കൊടുക്കണമേ.
അല്ലേ? അപ്പം നമ്മുടെ ദൈവം ആരാണ്? നമ്മുടെ പ്രാർത്ഥനയും യാചനയും കേട്ട് ഒരു ന്യായം പാലിച്ചു തരുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നതും നമ്മൾ സ്തുതിക്കുന്നതും എന്നാണ് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പറയുന്നു. അപ്പൊ ദൈവം ന്യായം നോക്കിയാണ് അല്ലെ പ്രാർത്ഥനകള്, അല്ലെ എല്ലാ പ്രാർത്ഥനകളും ചിലപ്പോ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ചിലപ്പോ സ്വീകാര്യമായെന്ന് വരികയില്ല. എല്ലാ പ്രാർത്ഥനകളും കർത്താവ് സ്വീകരിച്ചു എന്ന് വരികയില്ല. എല്ലാ ആഗ്രഹങ്ങളും നടത്തുന്ന പ്രാർത്ഥനയാണോ? അത് ന്യായം നോക്കി അല്ലെങ്കിൽ ന്യായം പാലിക്കുന്ന രീതിയിൽ മാത്രമേ, അല്ലെ, ന്യായം ഏതാണ് എന്ന് നോക്കി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് അല്ലെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. 2 ദിനവൃത്താന്തം 7:15 നമ്മൾ വായിക്കുന്നു. 2 ദിനവൃത്താന്തം 7:15 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 7-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ, ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്കും എന്റെ കണ്ണ് തുറന്നിരിക്കുകയും എന്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യുന്നു. അപ്പൊ സ്ഥലത്തിന് പ്രത്യേക ഒരു പ്രാധാന്യം പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പ്രാർത്ഥനയ്ക്ക്, അല്ലെ? അപ്പം പ്രത്യേക സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവം ശ്രദ്ധിക്കുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഈ യാക്കോബുകാരൊക്കെ കിഴക്കോട്ട് നിന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷെ കിഴക്കോട്ട് നിന്ന് പ്രത്യേക ശ്രദ്ധയൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നും പുതിയ നിയമത്തിൽ പറഞ്ഞ എന്താണ്? നീ അറയിലിരുന്ന്, അല്ലെ? നമ്മളത് വായിച്ചായിരുന്നു ആ ഭാഗം. അവിടെയാണ്, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കിടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും എന്ന് അവിടെ പറയുന്നു. അപ്പോ നമ്മള് മത്തായിയുടെ സുവിശേഷം 5:44 നമ്മൾ വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 44-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്. 44-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. അങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ? വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ കർത്താവ് യേശുക്രിസ്തു പറയുന്നത്. മത്തായിയുടെ സുവിശേഷം, ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കണം, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 18:1 പറയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളത് അവരോട് ഉപമ പറഞ്ഞു. അപ്പൊ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ആർക്കെങ്കിലും പറ്റുമോ ഈ മടുത്തു പോകാതെ? ചില സമയത്ത് മടുപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥനയെ നിർത്തുന്ന മഹാന്മാർ വരെയും ഈ ലോകത്തുണ്ട്, അല്ലെ? ഇനി 1 കൊരിന്ത്യർ 14:15 പറയുന്നു. 1 കൊരിന്ത്യർ 14:15 പറയുന്നു, ആകയാൽ എന്ത്? ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പാടും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ അവിടെ പറഞ്ഞിരിക്കുകയാണ്, അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുകയാണ് 15-ാം അധ്യായത്തിൽ, ആകയാൽ എന്ത്? ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ട് പാടും. പാടും നമുക്ക് വേണ്ട പ്രാർത്ഥനയാണ്, അല്ലെ? 2 പ്രാർത്ഥനകളെ കുറിച്ചാണ്. ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കുമെന്ന് അവിടെ പറയുകയാണ്. ഇനി 1 തെസ്സലോനിക്കർ 5:17 പറയുന്നത് ശ്രദ്ധിക്കുക. 1 തെസ്സലോനിക്കർ 5:17 പറയുന്നു. 5:17 പറയുന്നത് ഇങ്ങനെയാണ്. 17-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. എങ്ങനെ പ്രാർത്ഥിക്കണം? ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. അപ്പോ ഇനി യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നു. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിൽ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, അല്ലെ? നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കട്ടെ.
സുഖം അനുഭവിക്കുന്നവൻ പാട്ട് പാടട്ടെ. അപ്പൊ പ്രാർത്ഥനയും പാട്ടും രണ്ടു തരത്തിൽ അവിടെ പറഞ്ഞിരിക്കുകയാണ്. പ്രാർത്ഥനയിൽ പറയുന്നത് എന്താണ്? കഷ്ടം അനുഭവിക്കുന്നവൻ കൂടുതലായിട്ട് പ്രാർത്ഥിക്കും, അല്ലേ? നമ്മളെല്ലാവരും കൂടുതൽ കഷ്ടം വരുമ്പോൾ, പ്രയാസം വരുമ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്. അല്ലാതെയൊക്കെ പ്രാർത്ഥിക്കാനൊന്നും പോകത്തില്ല എന്നുള്ളതാണ് നമുക്കെല്ലാം നമുക്ക് അറിയാവുന്ന പ്രധാനമായ കാര്യങ്ങൾ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനമായ കാര്യം, അല്ലെ? ഇനി മത്തായിയുടെ സുവിശേഷം 17:21 നമ്മൾ വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 21-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്ക് അസാധ്യമായത് ഒന്നും അസാധ്യമാവുകയല്ല. എങ്കിലും പ്രാർത്ഥനയിലും ഉപവാസത്തിലും അല്ലാതെ ഈ ജാതികൾ ഉപവാസവും ഇല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് പറയുന്നു. അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഉപവാസം പ്രാർത്ഥനയിലും അല്ലാതെ ഈ ജാതി നിന്ന് പോകത്തില്ല, അല്ലെ? ഉപവാസവും വേണം, പ്രാർത്ഥനയും വേണമെന്ന് അവിടെ പറയുന്നു. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ്? എന്ത് നീങ്ങിപ്പോവാനായിട്ട്? കഷ്ടങ്ങളും പ്രയാസങ്ങളും. നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല, അല്ലെ? ഈ മലയോട് നീങ്ങിപ്പോകാൻ പറയുന്നു, അല്ലെങ്കിൽ ഈ പ്രതിസന്ധിയോട് നീങ്ങിപ്പോകുവാൻ പറയണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതികൂലത്തിന് ഒരു മാറ്റം വരണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥന വേണം, ഉപവാസം വേണമെന്ന് അവിടെ പറയുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 6:4 പറയുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞങ്ങളെ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കുന്നു, അല്ലേ? അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രാർത്ഥന, വചന ശുശ്രൂഷ, അവയിൽ ഉറ്റിരിക്കുക എന്ന് പറയുന്നത് ദൈവ പൈതലിന് ഏറ്റവും ആവശ്യകരമായ ഒരു കാര്യമാണ് എന്നവിടെ പറയുന്നു. ഇനി റോമർക്ക് എഴുതിയ ലേഖനം 12:13 പറയുന്നു. റോമർ 12:13 വായിക്കുന്നത് ഇങ്ങനെയാണ്. 12-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, അല്ലേ? പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ എന്നാണ് അവിടെ പറയുന്നത്. പ്രാർത്ഥനയ്ക്ക് അധികം പ്രാധാന്യം പുതിയ നിയമത്തിൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. എഫേസ്യർ 6:18 പറയുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. 18-ാമത്തെ വാക്യത്തിൽ, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീനെന്ന് അവിടെ പറയുന്നു. അപ്പൊ പ്രാർത്ഥനയെ കുറിച്ച് വലിയ കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, 5-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, എന്നാൽ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. അപ്പൊ വിശ്വാസത്തോടെയുള്ള ഒരു പ്രാർത്ഥനയെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് 5:15. അത് ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കുമെന്നും അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കുമെന്നും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതൊരു ചൊല്ലലല്ല എന്ന് നമ്മൾ പറഞ്ഞു. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എങ്ങനെ പ്രാർത്ഥനയെ ക്രമീകരിക്കണമെന്ന് കർത്താവ് അവിടെ നമുക്ക് കാണിച്ചു തരുന്നു. എങ്ങനെയാണത്? ആദ്യം നമ്മൾ എന്താണ്? സ്വർഗസ്നായ പിതാവിന് മഹത്വം കൊടുത്തുകൊണ്ട് അവന്റെ നാമത്തെ വിശദീകരിക്കണം. ആ നാമം ഏതാണ്? യേശു ക്രിസ്തുവിന്റെ നാമമാണ്. അത് വിശദീകരിക്കപ്പെടണം. ആ നാമത്തിലൂടെയാണ് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത്. അവന്റെ രാജ്യം വരണമെന്നുള്ള കാര്യവും പ്രാർത്ഥിക്കണം. അത് പ്രധാനമായും പ്രാർത്ഥന ക്രമീകരിക്കുന്നതിലുള്ള ഏറ്റവും വലിയൊരു കാര്യമായി ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് സംസാരിക്കുന്നു. അപ്പോൾ പ്രാർത്ഥനയിൽ മുറ്റിരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്, അല്ലേ? റോമർക്ക് എഴുതിയ ലേഖനത്തിലാണ് റോമർക്ക് എഴുതിയ ലേഖനം 12:13 നമ്മൾ വായിച്ചത്.
പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. അല്ലെ, അപ്പോസ്തല പ്രവൃത്തിയിൽ 6:4 പറയുന്നു, ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവയൊക്കെയും. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം തന്നെയാണ്. ഈ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ് ദൈവവചനം നമ്മളോട് സംസാരിക്കുന്നത്. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ദൈവം എല്ലാവരെയും ധാരാളമായി സമൃദ്ധിയായും അനുഗ്രഹിക്കട്ടെ. ആമേൻ.